എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ശനിയാഴ്ച നടന്ന 10th പ്രിലിംസ് സ്റ്റേജ് 1 ചോദിച്ച കേരള ഹിസ്റ്ററി വിഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ആണ്. SCRT ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. കേരള ഹിസ്റ്ററി ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അത് ഏത് SCRT ചാപ്റ്ററിൽ നിന്നാണ് വന്നെന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? 1931. വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആര്? മന്നത്ത് പത്മനാഭനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് AK ഗോപാലൻ. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ആര്? ചട്ടമ്പി സ്വാമികളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? 2ഉം 4ഉമാണ് ശരി. VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. ഇത് രണ്ടുമാണ് ശരി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരക സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്ന സ്ഥലം പയ്യന്നൂർ. ഇനി നമുക്ക് ഇത് ഏത് SCRT ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചതെന്ന് നോക്കാം. 10ാം ക്ലാസ്സിലെ പഴയ SCRTയിലെ കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ഇത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒരു പേജിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നുണ്ട്, 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചു. അടുത്തത് ജാതിഭേദം, ഇതും ചോദിച്ചിട്ടുണ്ട്. വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനാണ്, ഇതും ചോദിച്ചിട്ടുണ്ട്. അടുത്തത് മന്നത്ത് പത്മനാഭൻ സവർണജാഥ സംഘടിപ്പിച്ചത്. ഇതെല്ലാം ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ചാപ്റ്റർ ഫുള്ളായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും വീഡിയോ മുഴുവൻ കാണണം. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളം ആധുനികതയിലേക്ക്. കേരളത്തിൽ നിന്ന് പോർച്ചുഗീസുകാർ പോയ വർഷമാണ് 1663. കേരളത്തിൽ നിന്ന് പോർച്ചുഗീസുകാർ പോയ വർഷമാണ് 1663. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അടുത്തത്, കുളച്ച യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. കുളച്ച യുദ്ധം നടന്ന വർഷം പഠിക്കണം. 1741 കുളച്ച യുദ്ധം നടന്നത്. ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവൻ ആരായിരുന്നു? കുഞ്ഞാലി മരയ്ക്കാർ. ഇമ്പോർട്ടൻ്റ് ആണ്. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവൻ കുഞ്ഞാലി മരയ്ക്കാർ. കുഞ്ഞാലി മരയ്ക്കാരുടെ ആസ്ഥാനം പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ടയാണ് വടകരയിലുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞാലി മരയ്ക്കാരുടെ ആസ്ഥാനം വടകര. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് എഴുതിയ കൃതിയാണ് ഫത്ഹുൽ മുബീൻ എഴുതിയത് ആരാന്ന് ചോദിക്കും. ഖാസി മുഹമ്മദ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സാമൂതിരിയും ചേർന്ന് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം 1615. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സാമൂതിരിയും ചേർന്ന് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം 1615. അടുത്ത ഇമ്പോർട്ടൻ്റ്, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഇമ്പോർട്ടൻ്റ് ആണ്. 1721. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇമ്പോർട്ടൻ്റ് ആണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. ഇമ്പോർട്ടൻ്റ് ആണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. വർഷം 1792. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെക്കുന്നത് ആരൊക്കെ തമ്മിലായിരുന്നു?
മൈസൂരിലെ ഭരണാധികാരിയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു ശ്രീരംഗപട്ടണം സന്ധി. വർഷം 1792. കേരള സിംഹം എന്നറിയപ്പെട്ടത് ആരെയാണ്? പഴശ്ശിരാജയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, അടുത്ത എക്സാമിന് ചോദിക്കും. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരെയാണ്? പഴശ്ശിരാജ. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ, കൊട്ടിയോട്ടി രാജ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? പഴശ്ശിരാജയാണ്. പൈച്ചിരാജ, കൊട്ടിയോട്ടി രാജ. PYQ ആണ്, പഠിക്കണം. കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത്? കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത് സർദാർ KM പണിക്കരാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത് സർദാർ KM പണിക്കരാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പഴശ്ശി ഡാം എവിടെയാണ്? വളപട്ടണത്താണ്. പഴശ്ശി ഡാം എവിടെയാണ്? വളപട്ടണം. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ, കോഴിക്കോടാണ്. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ, കോഴിക്കോടാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനന്തവാടിയാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പഴശ്ശി ഡാം വളപട്ടണം, പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്, പഴശ്ശി സ്മാരകം മാനന്തവാടി. ഇതാണ് റിപ്പീറ്റഡായി ചോദിക്കുന്നത്. പഴശ്ശി സ്മാരകം മാനന്തവാടി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയ ആളാണ് പഴശ്ശിരാജ. പഴശ്ശിരാജയെ ഒളിപ്പോരിന് സഹായിച്ചവർ പേരോർക്കണം, ചോദിക്കും. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, ഇടച്ചേനി കുങ്കൻ നായർ, തലക്കൽ ചന്തു. എന്നൂടെ പറയാം. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു. പഴശ്ശിരാജ മരണപ്പെട്ടത് എന്നാണ്? വർഷം പഠിക്കണം. 1805 നവംബർ 30. പഴശ്ശിരാജ മരണപ്പെട്ടത് 1805 നവംബർ 30. അടുത്തത് കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സ്റ്റേജ് എക്സാം ഉള്ളവർ വീഡിയോ മുഴുവൻ കാണണം. ഇനി വരുന്ന എല്ലാ എക്സാമിനും ഇത് ഉപകാരപ്പെടും. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് മണ്ണടിയിലാണ്. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് മണ്ണടിയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ക്വസ്റ്റിനും. പഴശ്ശിരാജ മരണപ്പെട്ടത് 1805 നവംബർ 30. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് മണ്ണടി. വേലുത്തമ്പിയുടെ ശരീരം കെട്ടിത്തൂക്കിയത് എവിടെയാണ്? കണ്ണൻമൂലയിലാണ്. വേലുത്തമ്പി ദളവയുടെ ശരീരം കെട്ടിത്തൂക്കിയത് കണ്ണൻമൂല. പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയത് മദ്രാസിലേക്കാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെ. വർഷം പഠിക്കണം. 1861. കേരളത്തിൽ റെയിൽവേ വന്നത് 1861. ഇന്ത്യയിൽ വന്നത് 1853. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ. ലോഗൻ കമ്മീഷനാണ്. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. നിലമ്പൂരിൽ തേക്കുതോട്ടം ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഹെൻറി വാലന്റൈൻ കൊനോലി. നിലമ്പൂരിൽ തേക്കുതോട്ടം ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഹെൻറി വാലന്റൈൻ കൊനോലി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, കേരളത്തിൽ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം ആലപ്പുഴയാണ്. 1859 കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? വർഷം പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. 1859 കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് ആലപ്പുഴയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 1859. ഇനി കുറച്ച് ഇയേഴ്സ് ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം 1865. 1865 പണ്ടാരപ്പാട്ട വിളംബരം. അടുത്തത് കുടിയായ്മ നിയമം. കൊച്ചിയിൽ കുടിയായ്മ നിയമം 1914. കൊച്ചിയിൽ കുടിയായ്മ നിയമം 1914. മലബാർ കുടിയായ്മ നിയമം 1929. തിരുവിതാംകൂറിൽ ജന്മി കുടിയായ്മ നിയമം 1896. ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടാരപ്പാട്ട വിളംബരം 1865. കൊച്ചി കുടിയായ്മ നിയമം 1914. മലബാർ കുടിയായ്മ നിയമം 1929. തിരുവിതാംകൂറിൽ ജന്മി കുടിയായ്മ നിയമം 1896. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. കശുവണ്ടി ഫാക്ടറികൾ കൊല്ലത്തായിരുന്നു. ഓട് വ്യവസായം ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ, തൃശ്ശൂരായിരുന്നു. ബീഡി വ്യവസായം കണ്ണൂരിലായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. 1940 മുതിരമ്പുഴയിലാണ്. പള്ളിവാസൽ 1940 മുതിരമ്പുഴ. വ്യവസായശാലകളാണ് പുനലൂർ പേപ്പർ മിൽ കൊല്ലത്ത്, കളമശ്ശേരിയിലെ ഫാക്ട് എറണാകുളം, കുണ്ടറ സിറാമിക്സ് കൊല്ലം, റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം, ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി, അളഗപ്പ തുണിമിൽ കൊച്ചി. കേരളത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്.
ഇനി സാംസ്കാരിക മേഖലയിലാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. ഇമ്പോർട്ടൻ്റ് ആണ് ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരിയാണ്. സമ്പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം. സമ്പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ഇമ്പോർട്ടൻ്റ് ആണ് സംക്ഷേപ വേദാർത്ഥം. അടുത്ത് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം. അത് ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ ആണ്. 1847 രാജ്യസമാചാരം. രാജ്യസമാചാരം തലശ്ശേരിയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. ഹെർമൻ ഗുണ്ടർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിഷണറി സംഘമാണ് ലണ്ടൻ LMS, ലണ്ടൻ മിഷൻ സൊസൈറ്റി. പ്രവർത്തന മേഖല തിരുവിതാംകൂറാണ്. LMS, ലണ്ടൻ മിഷൻ സൊസൈറ്റി, തിരുവിതാംകൂറാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി വട്ടം ചോദിച്ചിട്ടുണ്ട്. ചർച്ച് മിഷൻ സൊസൈറ്റി CMS കൊച്ചിയിലും തിരുവിതാംകൂറിലും. CMS ചർച്ച് മിഷൻ സൊസൈറ്റി, കൊച്ചി, തിരുവിതാംകൂർ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM മലബാറിലാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് BEM ആണ്, മലബാറിൽ. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ചതാണ് ഗൗരി പാർവതിബായി. റിപ്പീറ്റഡ് PYQ ആണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഗൗരി പാർവതിബായി ആണ്. കേരളത്തിൽ വസൂരി തടയാനുള്ള കുത്തിവയ്പ്പ് നടത്തിയത് മലബാറിലാണ്. കേരളത്തിൽ വസൂരി തടയാനുള്ള കുത്തിവയ്പ്പ് ആദ്യമായി നടത്തിയത് മലബാറിലാണ്. അടുത്ത വിവേകാനന്ദൻ്റെ ഒരു കോട്ടാണ്. മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണ നടക്കുന്ന വഴിയിൽ കൂടി അവർണർക്ക് നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. അടുത്തത് ചന്നാൽ ലഹളയാണ്. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾ നടത്തിയ പോരാട്ടമാണ് ചാന്നാർ ലഹള. ചാന്നാർ ലഹള നടന്ന വർഷം 1859. ഇവിടെ പറയുന്നുണ്ട് ചാന്നാർ ലഹള നടന്ന വർഷം 1859. 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിച്ച തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇമ്പോർട്ടൻ്റ് ആണ്, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു, 1888. ഇതും കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു. ഇനി ചോദിക്കാൻ ചാൻസ് ഇതാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം നൽകിയത് TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്തു പത്മനാഭനാണ്. ഇത് ചോദിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ക്രൂരമർദ്ദനത്തിന് ഇരയായ നേതാവാണ് P കൃഷ്ണപിള്ള. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ക്രൂരമർദ്ദനത്തിന് ഇരയായ നേതാവാണ് P കൃഷ്ണപിള്ള. ക്ഷേത്രപ്രവേശനം പുറപ്പെടുവിച്ച വർഷം 1936 നവംബർ 12. അടുത്ത എക്സാമിന് ചോദിക്കാം ചാൻസ് ഉണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 നവംബർ 12. അടുത്തത് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം 1916 പാലക്കാടാണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം 1916 പാലക്കാട് വെച്ച്. സമ്മേളനത്തിലെ അധ്യക്ഷ ആനി ബസൻ്റ് ആയിരുന്നു. അവസാന മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് മഞ്ചേരിയിലാണ് 1920. അവസാനം നടന്നത് 1920. ആദ്യം നടന്നത് 1916. അധ്യക്ഷ ആനി ബസൻ്റ് ആയിരുന്നു. നടന്നത് പാലക്കാട് വെച്ചാണ്. 1920 ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയോടൊപ്പം കോഴിക്കോട് എത്തിയത് ഷൗക്കത്ത് അലിയാണ്. 1920
ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയോടൊപ്പം കോഴിക്കോടെത്തിയത് ഷൗക്കത്ത് അലിയാണ്. കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു. ഓർക്കാൻ എളുപ്പമുണ്ട്. സെക്രട്ടറി സാഹിബ്, സാസ വരുന്നത് അങ്ങനെ ഓർത്താൽ മതി. സെക്രട്ടറി സാഹിബ്. പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. മലബാർ കലാപം നടന്ന വർഷം 1921. റിപ്പീറ്റഡ് PYQ 1921. 1930 നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് K. കേളപ്പൻ. 1930 നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് K. കേളപ്പൻ. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ. 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. റിപ്പീറ്റഡ് PYQ ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ച വർഷം 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചത്. കേരളത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് രൂപപ്പെട്ട വർഷം 1939. 1939. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളാണ് EMS, AK ഗോപാലൻ, P. കൃഷ്ണപിള്ള. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. PYQ കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് KB മേനോനും കുഞ്ഞിരാമക്കിടാവുമാണ്. KB മേനോനും കുഞ്ഞിരാമക്കിടാവും. INCയുടെ പ്രസിഡന്റായ ഏക മലയാളിയാണ് C. ശങ്കരൻ നായർ. INCയുടെ പ്രസിഡന്റായ ഏക മലയാളിയാണ് C. ശങ്കരൻ നായർ. C. ശങ്കരൻ നായർ പ്രസിഡന്റായ സമ്മേളനം 1897 അമരാവതി സമ്മേളനമാണ്. INC പ്രസിഡന്റായ ഏക മലയാളിയാണ് C. ശങ്കരൻ നായർ. C. ശങ്കരൻ നായർ പ്രസിഡന്റായ സമ്മേളനം 1897 അമരാവതി സമ്മേളനമാണ്. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച ശങ്കരൻ നായരുടെ കൃതിയാണ് ഗാന്ധിജിയും അരാജകത്വവും. C. ശങ്കരൻ നായരുടെ കൃതിയാണ് ഗാന്ധിജിയും അരാജകത്വവും. റിപ്പീറ്റഡ് PYQ ഗാന്ധിജിയും അരാജകത്വവും. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക്. ഹിച്ച്കോക്കിന്റെ സ്മാരകം പൊളിച്ച് മാറ്റണമെന്ന സമരത്തിൽ പങ്കെടുത്തതാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ. ഹിച്ച്കോക്കിന്റെ സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിൽ പങ്കെടുത്തതാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ചത് മലയാളി മെമ്മോറിയലാണ്. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ചത് മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് 1891. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് 1891. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് GP പിള്ളയാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1896. മലയാളി മെമ്മോറിയൽ 1891 ഈഴവ മെമ്മോറിയൽ 1896. ഡോക്ടർ പൽപു. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഇയർ ഓർക്കണം, ചോദിക്കും. 1932. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. 1932. നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാണ് NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. ഉത്തരവാദിത്ത പ്രക്ഷോഭം നടന്ന വർഷം 1938. 1938 ഉത്തരവാദിത്ത പ്രക്ഷോഭം. 1938 രൂപം കൊണ്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് പട്ടം താണുപിള്ള. റിപ്പീറ്റഡ് PYQ പട്ടം താണുപിള്ള. 1938 രൂപം കൊണ്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് പട്ടം താണുപിള്ള. സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. ഇത്രയും കൊണ്ട് വീഡിയോ നിർത്താം. അടുത്ത പാർട്ട് നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.